ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇന്നത്തെ ദിനം തുടങ്ങുന്നത് ഷുണ്ടുവിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതിലൂടെയാണ്. ഇവിടെ ഒരു അംഗം വരുന്ന ഗൈസ്, ഇവനെ കുളിപ്പിക്കാൻ വന്ന് കണ്ണം കുളിച്ച് ഇവിടെ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ച് സ്കൂട്ടർ കഴുകി, കാറ് കഴുകി, ഗേറ്റ് കഴുകി, PPA കഴുകി. പോവാ മക്കളെ സ്കൂളിലോട്ട്. എനിക്കൊരു വാട്ടർ ബോട്ടിലൊക്കെ കിട്ടിയ ട്രെൻഡി വാട്ടർ ബോട്ടിലാണ് ഇപ്പം. ഇത് വെച്ചാണ് നമ്മൾ സ്കൂളിൽ പിള്ളേരെയൊക്കെ ജലസ് അടിപ്പിക്കണത്. എന്താടാ ഇവന്റെ ലഞ്ച് ബോക്സിന്റെ കളർ ബ്ലൂ, കൊച്ചിനും യെല്ലോ ലഞ്ച് ബോക്സ്. അത് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കിടന്ന് അടി. മകളെ, എന്നിട്ട് ആ ലഞ്ച് ബോക്സ് നീ കൊണ്ടുവന്നോ? അതിനു മുമ്പ് ഞങ്ങൾ ഇടപെട്ടു. ആണോ? അവന്റെ കുറി ചെറുതായിട്ടൊന്ന് കോടിപ്പോയി. അടങ്ങാതിരിയടാ, അടങ്ങിയിരിയടാ. പോയാലാ? അടുത്ത് തന്നെയാടാ സ്കൂള്. ഓക്കെ, അപ്പോ ഓഫ് ടു ഷുണ്ടു സ്കൂൾ ഡ്രോപ്പിംഗ് ഗൈസ്. ഹെൽമെറ്റ് വെക്കട്ടെ. ടാറ്റാ ടാറ്റാ. പോയിട്ടോ. നല്ലതായിട്ട് പഠിക്കണേ. പഠിക്കാതെ ഉഴപ്പടേ. കൊണ്ടാക്കി ഒരു അംഗം തന്നെ അല്ലേടേ ഇത്. അവന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്. നമുക്ക് ഒന്നും മിണ്ടണ്ട, ഇവിടെ എസ്കേപ്പ് ആവാം സുഹൃത്തുക്കളെ. നമ്മള് കരയണ സമയത്ത് അപ്പൊ തന്നെ നമ്മള് കൊണ്ടുപോയാ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് സ്കൂളിലേ പോവില്ല, ഒരിടത്തും പോവില്ല. ഇന്ന് വീട്ടിൽ ആള് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും സ്കൂളിൽ പോകാൻ. സ്കൂളിൽ സമയം ആക്കൂല, ഒരു 1 hour 2 hour ജസ്റ്റ് ഒന്ന് പിള്ളേരുടെ കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, തിരിച്ചു പോവാം ഗൈസ്. എന്റെ ഷൂസ് എല്ലാം മേലെടുത്തിട്ട് ഇവ എന്നെ മോഡലാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. എന്തിനാണ്ട പരിപാടി? അതെ അതെ. അപ്പോ ഞാൻ മോഡലായി ഇവരുടെ കുറച്ച് ഡ്രസ്സുകൾക്ക് നിൽക്കാൻ പോവാണ് ഗൈസ്. വെറൈറ്റി റീലുകൾ ഇറക്കുമെന്നാണ് അവൻ പറഞ്ഞേക്കണത്. എന്തായാലും നോക്കട്ടെ. എന്തായാലും വെറൈറ്റി ഡ്രസ്സുകളാണ് കേട്ടോ. പോകുമ്പോ 3 പറയിക്കൊണ്ട് പോവാം. ഓക്കെ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഗൈസ് നമുക്ക് ഇനോഗ്രേഷൻ പനമ്പള്ളി നഗരം വെച്ചിട്ട്. അപ്പോൾ അവിടെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് അവര് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ആദ്യം ഇവന്റെ ഷൂട്ടൊന്ന് റെഡി ആക്കാം ഗൈസ്. ഇവ എന്നെ കൊണ്ടൊരു 16 ഉടുപ്പൊക്കെ മിനിമം ഇടിച്ച് കാണും. അതെ, ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ ഗൈസ്, ഒരു സാമ്പിളിൽ ഒരു 3-4 ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. എത്ര എണ്ണം കാണിക്കണം? 3 എണ്ണം 4 എണ്ണം കാണിച്ചാൽ മതി. 4 എണ്ണം കാണിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതുപോലെ കുറെ നമ്മൾ എടുത്ത് വീഡിയോ എടുത്ത് എന്തൊക്കെ എടുത്ത് ഇനി ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് റെഡി ആവട്ടെ. എന്നിട്ട് വേണം ഷുണ്ടുവിനെ വിളിക്കാൻ. ആദ്യം ഷുണ്ടുവിനെ വിളിക്കാം, എന്നിട്ട് റെഡി ആയിട്ട് പിന്നെ വേണം നമുക്ക് പോവാൻ ഇനോഗ്രേഷന്. ഞാൻ ചുമ്മാ പറഞ്ഞില്ല, ഇവിടെ ഒരു പൊങ്കാല തന്നെ നടന്നു. PPA എങ്ങനെ ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ട്? കൊള്ളായിരുന്നു അല്ലേ? അതെ, ഇനി ഇതെല്ലാം അടിക്ക് പറയണം അല്ലേ? ഇതെന്താ ഒരുത്ത ഇവിടെ സൈഡിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഇടകൃഷി. കൊള്ളാടാ സന്ദീപ, കൊള്ളാം. നീ എടുക്കണുണ്ടോ ഷർട്ട്? അടിപൊളി. ചെല്ലാമറത്ത് ഉത്സവം വരെയല്ലേ? യെസ് സുഹൃത്തുക്കളെ, എവിടെയോ ഒരു പരിചയം ഒന്ന് ചേച്ചി പറഞ്ഞു. ഇവിടെ ചെറുക്ക് ഉറക്കോടാ, എഴുന്നേപ്പിക്ക് വേണ്ടല്ലേ? ആണാ, രാത്രി മര്യാദക്ക് പോണ്ടേ? പോണം, അപ്പൊ ഉറങ്ങട്ടല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഒരു പാവം വെജ് ബിരിയാണി ഗൈസ്. കോളിഫ്ലവർ ആയിട്ട് തോന്നലല്ലേ? നിന്റെ കോളിഫ്ലവർ ബീഫിന്റെ ഷേപ്പിലാണല്ലോ പക്ഷെ ഇരിക്കണത്. നിനക്ക് ബീഫ് തന്നെയാടാ? ചിക്കനാ? ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. ഗൈസ്, വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഗെറ്റ് റെഡി ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഇതാണ് ഗൈസ് എനിക്ക് ഇൻഫിനിറ്റി കാർ അയച്ചു തന്ന ഡ്രസ്സ്. നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ടും ഒരു ജീൻസും. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ട ടെഡി ബെയറൊക്കെ ഉണ്ട് ഗൈസ്. 4 എണ്ണം ഉണ്ട്. അതിൽ എല്ലാവരെയും കൊണ്ട് നമ്മൾ ഇനോഗ്രേഷന് പോകാൻ പോവാണ്. സന്ദീപ് റെഡി ആയിരിക്കുന്നു, PP റെഡി ആയതോ പോകുന്നു, വർഷയും ഷുണ്ടും ഇവിടെ റെഡിയായി നിൽക്കുന്നു, കണ്ണൻ ഇവിടെ റെഡിയായി നിൽക്കുന്നു. പോവാടേ. ഓക്കെ. എടാ, മറ്റേ പാണ്ടിപ്പടല സീൻ ഗ്ലാമർ കുറയ്ക്ക്. കൊള്ളാടാ, കൊള്ളാം, നല്ല രസമുണ്ട്. എടി, നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോണ വേറെ കടയാണ്. ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. നിന്നെ എടുത്ത് ടിക്കാതെ കയറണോ? എന്തിനാടാ ഇത്? ഇത് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ടാറ്റോ കൊടുക്ക്. ടാറ്റോ കൊടുക്കൂലേ? കൊടുക്കൂലേ മക്കളെ? നിങ്ങൾ ടാറ്റോ കൊടുത്തേ അവന്. ടാറ്റാ ഷുണ്ടു. ചേച്ചിക്ക് ചേട്ടന് ടാറ്റോ കൊടുക്ക്. ടാറ്റാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് ഗൈസ്. ബൈ ദ വേ, ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ടാണ് തിരുവനന്തപുരം പോണത്. അതെ, റോഡ് ട്രിപ്പാണ് സുഹൃത്തുക്കളെ. അതായത് ഇവന് നാളെ കാ ഫെസ്റ്റ് അല്ലേടാ? അതെ, മാതൃഭൂമിയുടെ
ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഇവൻ സംസാരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അളിയനെയും പെങ്ങളും കൂടെ നമ്മൾ കൊണ്ടുപോവാണ് സുഹൃത്തുക്കളെ തിരുവനന്തപുരത്തേക്ക്. അപ്പൊ നമുക്ക് ഇനി പനമ്പള്ളി നഗറിലോട്ട് പോകാം. സനിബ്രോ ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. എന്നെ ഫോണിൽ വിളിച്ച് ഒരു മൂച്ചറ ചീത്ത വിളിച്ച കേസ്. എന്റെ സനിബ്രോയുടെ തലയിൽ ഡയറ്റ് കൊണ്ട് ഇട്ട് കൊടുത്തെന്നും പറഞ്ഞ് പാവം നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതെ എടാ നമ്മളെ കൂടെ നീ കുറച്ചു കാലമായില്ലേ വന്നിട്ട്. അതെ അപ്പോ ലെറ്റ്സ് ഗോ ഗൈസ്. ഫരീദേ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കണത്? ഞാൻ ഒന്ന് പിടിക്കട്ടെ. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഡ്രസ് എടുക്കാനായിട്ട് നോക്കിയതാണ്. അവനല്ല. പക്ഷേ ഇവിടെ കാണുന്ന പല സാധനങ്ങളും ഞാൻ മഴവിൽ മനോരമയിൽ കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നു കേട്ടോ. വെറൈറ്റി കളക്ഷനുകൾ. ഇത് ഞാൻ കഴിഞ്ഞ ഷെഡ്യൂൾ ഇട്ടതാണ് അല്ലേ? ഈ ജീൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും. കൊള്ളാം ഗൈസ്. അത് മാത്രമല്ല ഇവിടെ എന്തൊക്കെ കളക്ഷനാണ് അവ ഒപ്പിച്ച് വെച്ചേക്കേണ്ടത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതിനും മാത്രം ആക്സസറീസ്. എന്താ സന്തോഷം വെച്ചാല് ഷൂസ്. അതെ അതെ ഷൂസ് എടുക്കണം. പിന്നെ ബിബിൻ ജോർജിന് ഇവിടെ കൊണ്ട് വിട്ടു കൊടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇതേപോലെ എടുത്തോണ്ട് പോകുന്നത് കാണാം. ഒരു ബൈക്കും ഒക്കെ ഉണ്ടല്ലോ മേലില്. അതാരുടെ ബൈക്കാണ്. എന്തായാലും പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നു ഗൈസ്. ഇതല്ലേ ഞാൻ ഇട്ടോണ്ട് നിൽക്കുന്നത്. അതിന്റെ വേറെ മോഡൽ. ഓ ഇതിപ്പോ ട്രെൻഡാണ് ഈ സാധനം. കണ്ട എങ്ങനെ ഉണ്ടാ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടാനൊക്കെ? എടാ ആരും ഓടണം അതിന്റെ അകത്ത്. ഇത് കൊറേ നേരമായിട്ട് എടുക്കുന്നുണ്ട്. ഇത് തൊപ്പിയല്ലോ വേണ്ട വേണ്ടല്ലേ. ആക്സസറൈസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അവിടെ. നിനക്ക് മോതിരം ഇഷ്ടമല്ലേ? ഇവിടെ മോതിരത്തിന്റെ ഒരു പെട്ടി മൊത്തം ഇവിടെ ഇരിക്കണം. ഫസ്റ്റ് സെയില് എനിക്ക്. ഓക്കെ താങ്ക് യു. ഓ അങ്ങനെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് എന്താണ് അവിടെ പരിപാടി? സ്റ്റോക്ക് നോക്കുകയാണോ നിങ്ങള്? എടാ നീ കോമ്പറ്റീറ്റർ നോക്കാൻ വന്നതല്ലേടാ? ഫ്യൂച്ചറിലൊരു അതെ റായും ഇതുപോലെ ഒരു ആവൂടാവും. അതെ അവന്റെ വായിലെന്തൊരു ഈന്തപ്പഴോ? ഡയറ്റ് മനുഷ്യനും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു കൈയുടെ സനിബ്രോ എന്തോരം കമന്റ്. കൺഗ്രാറ്റുലേഷൻസ്. 5 പാടി തന്നെയല്ലേ സനിബ്രോ? ഓവർ അവരെന്നേ ഉള്ളൂ. കുറേശ്ശെ ടേസ്റ്റ് ചെയ്യാം. കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് അമ്മ ഫോട്ടോ എടുത്ത് തന്നെ അയച്ചു. ഇത് വാട്ടർമെലൺ, ഇത് മാംഗോ, ഇത് ഷേക്കാണ്, ജ്യൂസാണ്. ജ്യൂസ് എല്ലാം ജ്യൂസ്. മാംഗോ വിത്ത് ഷുഗർ ആയിരിക്കും. വ്ളോഗും പിടിച്ചോണ്ട് സനിബ്രോ എനിക്ക് ഇല്ല സനിബ്രോ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മള്. നീ എന്നുപോലെയാണ് പാവപ്പെട്ട. ഞാനാണ് പാവപ്പെട്ടത്. ഓ നല്ല കാര്യത്തിനാണെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെ മുടങ്ങണ്ട. അപ്പൊ അത് ഡയറ്റ് അല്ലേ ചെയ്യേണ്ടത്? ഞാൻ ആൾക്കാരെ കൂട്ടുന്നുണ്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ.
നിയർ 300 എന്റെ പ്രായം കാണൂല. ആണാ? എന്തിനാണ് നീ ജ്യൂസ് കുടിക്കണ? കൊട. ഓ അതായിരുന്നാ? എനിക്ക് അത്രയൊന്നും ഇല്ല. ആണാ? എത്ര ഉണ്ട് സനീബ്രോ? 330. ഓ എടാ നീ കാർത്തിച്ചേട്ടന്റെ കൂടെ നടക്കുന്ന എല്ലാവർക്കും കൊളസ്ട്രോൾ. എല്ലാവർക്കും നല്ല ഫുഡ് ഞാൻ മേടിച്ചു കൊടുക്കും. ഞാൻ ചെക്ക് ചെയ്യണ്ടായിരുന്നു സത്യം പറഞ്ഞു. നീ ചെക്ക് ചെയ്താടാ? നീ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഏതാടി? നിനക്ക് ഷുഗർ മാത്രമാണോ പഞ്ചാര കുട്ട? ഓരോ ദിവസവും ഓരോ ഡേറ്റ് വീഡിയോ നല്ലതാണ്. ഇതിന് മാത്രം പെമ്പിള്ളരോ? എനിക്ക് ഈ എറണാകുളത്തുനിന്നൊക്കെ സനിബ്രോ വല്ലപ്പോഴും ഉള്ളു. ആദ്യം ഇങ്ങനെയായിരുന്നു 500 രൂപ വേണോ ഡേറ്റ് വേണോ, അപ്പോഴത്തെ അവര് പറഞ്ഞു 500 വേണോ, അങ്ങനെ കുറച്ചു ഇപ്പൊ 10 രൂപ ഡേറ്റ് ഒരെണ്ണം എടാ അത് നോക്കട്ടെ, നിന്റെ മുഖം നോക്കട്ടെ. എടാ ഒരെണ്ണ ആ സന്ദീപിന് ആണല്ലേ? വരുന്നുണ്ടോന്ന് വെച്ചിട്ട് എക്സാമ്പിൾ ആയിട്ട് അവന്റെ വ്ളോഗ് അയച്ചു എന്നോട് ഡേറ്റ് വേണോ സന്ദീപിനെ കിട്ടുന്നു. അതൊരു സ്ട്രേഞ്ചർ അത് രണ്ടാമത്തെ ഡേറ്റ് ആയിരുന്നല്ലേ? പിന്നെ വിളിച്ചു പറയോ? ഞങ്ങൾ 2 ദിവസമല്ലേ പരിചയപ്പെട്ടിട്ട്. അപ്പൊ ഇവന്റെ കുറ്റമല്ല മക്കളെ, അവനെ കുറ്റം പറയാൻ പറ്റൂല. 2 ദിവസം പരിചയപ്പെട്ടു. അപ്പം പറഞ്ഞു ഇന്നടുത്ത് വരുമ്പോ ഞാൻ വീടിക്ക് മുമ്പേ നിങ്ങൾക്ക് അറിയാമോ? അല്ല എന്നോട് പെട്ടെന്ന് പറഞ്ഞു. വീടിക്ക് ശേഷമാണോ പരിചയപ്പെട്ട? വീടിക്ക് മുമ്പേ പരിചയപ്പെട്ടോ? എന്ത് പറഞ്ഞു? വീഡിയോക്ക് മുമ്പേ പൊളിച്ച് കള്ളത്തരം പൊളിച്ച് ത്രെഡൊക്കെ ചെയ്ത് വന്നെങ്കിൽ സനിബ്ര ഇപ്പോഴല്ലേ കണ്ടത്? ഇവൻ കുറച്ച് കഴിയുമ്പം ഇവന്റെ റിമൂവബിൾ താടിയാണ്. താടി മാറും. നേരത്തെ പരിചയപ്പെട്ട വീഡിയോയിൽ വരും മുമ്പേ 2 ദിവസം മുന്നേ. 2 ദിവസം മുമ്പേ എനിക്കൊന്ന് വഴിയിലൊന്ന് കാത്തിരിക്കുകയാണ്. പറയുന്നുണ്ടല്ലോ എന്നെ വിളിക്കാൻ വരുന്നുണ്ട്, 2 ദിവസം മുമ്പ് പരിചയപ്പെട്ടതാണ്. ആണല്ലേ? റീൽസിൽ അത് കാണുന്നില്ല. ഒരു പ്രാവശ്യം ഡേറ്റിന് വന്നവര് വീണ്ടും വരുന്നില്ല. വരുന്നുണ്ട് വീഡിയോ ഇടാനിട്ടാണെന്നാ? അപ്പൊ വീഡിയോ അല്ലാതെ ഡേറ്റ് ഉണ്ട്? വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ആക്കട്ടെ സുഹൃത്തുക്കളെ. പിന്നെ ഒരു സാധനം കാണിക്കാൻ വിട്ടു. ഇവർക്ക് ഇവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വെഡിങ് അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾക്കും ഇവര് സ്റ്റിച്ച് ചെയ്തും സാധനങ്ങൾ തരുന്നതായിരിക്കും. സെറ്റ്. ഓക്കെ എന്നാൽ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ചലിക്കട്ടെ. ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങി നേരെ സ്റ്റാർബക്സിലോട്ട് വന്നേ ഗൈസ്. ചായ കുടിക്കാനാണ്. പക്ഷെ അതിനേക്കാളും പ്രധാനമായിട്ട് എന്താണെന്ന് അറിയാവോ? ഇവ ഇതുവരെ സ്റ്റാർബക്സിൽ കയറിയിട്ടില്ലെന്ന്. എനിക്കിപ്പോ ഏജ് 33 എന്നെ പോലെ ഇതുവരെ സർവീസ് കയറാത്തുള്ളവര് വീട്ടിൽ കമന്റ് ഇട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറാൻ പോവുകയാണ്. ഉള്ള കാര്യം ചെറുതായിട്ട് പറയാം. ഷിണ്ടു ആദ്യമായിട്ട് കയറാൻ പോവല്ലേ? അവന്റെ 1ാമത്തെ വയസ്സിൽ കയറുന്നു. ആണാ? വാ സനിബ്രോ. അതാ വരുന്നു സനിബ്രോ. ഗ്രീൻ ടീ കുടിക്കാൻ പറഞ്ഞതാണ്. മോക്കൊക്കെ കുടിക്കുമെന്ന് എന്താണ്? നിങ്ങളൊക്കെ ഡയറ്റ് ചെയ്തുണ്ടോന്ന് അറിയാൻ വന്നതാ, അല്ലാതെ ഒന്നുമില്ല. സനിബ്രോ എന്തോ പച്ച ചായ ഒക്കെ കുടിക്കുമെന്ന് പി പറയണായിട്ട്. മാച്ച ഡയറ്റ് ആണോ? ഗ്രീൻ ടീ. ഗ്രീൻ ടീ കണ്ണ ഇവിടെ ഇരുന്ന് ഭയങ്കര വീമ്പിളക്കം. എടാ നിന്റെ കൂടെയുള്ള ഗെയിമേഴ്സ് വരെ പറയും നിനക്ക് കൺസിസ്റ്റൻസി ഇല്ലാന്ന്. നീ ഇപ്പൊ പറയാണ് 85 ദിവസം നീ കറക്റ്റ് ആയിട്ട് ജിമ്മിൽ പോയി ബോഡി ട്രാൻസ്ഫോം ആക്കുമെന്ന്. നീ അതെ ഡയറ്റും ചെയ്ത് ജിമ്മിൽ പോകുമെന്ന്. ഞാൻ പറഞ്ഞു പോകൂല എന്ന്. നീ ബോഡി ട്രാൻസ്ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ നിന്റെ ഒബ്ജക്റ്റീവ് എന്നാണ്? കേക്കട്ടെ. ഇപ്പൊ ആക്ച്വലി എന്റെ ഉള്ള ബ്ലഡ് റിപ്പോർട്ട്സ് നാളെ പോയി എടുക്കും, എടുക്കും. എന്നിട്ട് ആ ദിവസം വരുമ്പോൾ എന്റെ ഫുൾ റിപ്പോർട്ട്സ് എന്റെ ബോഡിയിലുണ്ടോ ചേഞ്ച് നീ കണ്ടാൽ ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നീ കൊളസ്ട്രോൾ ഇപ്പൊ 280 അത് ഏതാണ്ട് 300. അത് നീ 180 ആക്കും. അത് നീ 180 ആക്കും. 180
ഫിറ്റ് ആവും. കുറച്ച് ഫിറ്റ് ആവോ? ഇറ്റാവുന്ന കൊളസ്ട്രോൾ എത്ര ആക്കും നീ? കൊളസ്ട്രോൾ മാക്സിമം കുറയാത്ര കുറയ്ക്കും. അത്രയും സമയത്തിന് അത്രയും കുറയും അത്രയും കുറയ്ക്കും. ഞാനും ഞാനെന്തെങ്കിലും മെഡിക്കലി പറഞ്ഞാൽ നീ വലുതായിട്ടൊക്കെ അഡ്വക്കേറ്റ് ആവട്ടെ. മെഡിക്കലി പറയാം. കാരണം ഞങ്ങൾ നാളെ ഏറിപ്പോ താല്പര്യമില്ല. നാളെ ഡോക്ടേഴ്സ് ഒന്ന് പറയും കണ്ണൻ എങ്ങനെ അത് വഴി ചെയ്യും. എനിക്ക് കമ്പനി ആയടാ. നീ ആദ്യം എനിക്ക് ചലഞ്ച് തന്നു. വന്നപ്പോ അവന് ചലഞ്ച് എടുക്കാൻ വേണ്ടി മുട്ടിയിരിക്കുന്നത്. ഞാൻ ചലഞ്ച് ആക്കി തരാം. അവൻ ഇതൊന്നും ചലഞ്ചല്ല. നീ ഇത് ചെയ്തില്ലെങ്കിൽ നീ മുട്ട അടിക്കും. അത്രയും നല്ല മുടിയാ. ചെയ്താ എന്ത് ചെയ്യും? ചെയ്തോ നിനക്ക് എന്ത് വേണം? ചെയ്താ നീ മുട്ട അടിക്കണം. ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓപ്ഷൻ ഇല്ല. നിനക്ക് വളരും. മുട്ട അടി. മുട്ട മുട്ട താടി മീശ. താടി മീശ. നീ താടി മീശ ഇല്ലാത്ത ഞാൻ പറഞ്ഞ സാധനം മേടിച്ചാ നീ സാധനം പറ. ഇപ്പൊ പറഞ്ഞ് ഉറപ്പിക്കണം. ആലോചിക്കണ്ടേ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ ആലോചിക്കാൻ മോക്കിന്റെ സാധനമാണല്ലോ. നാളെ ഇനി കൊണ്ടൊരു 20,000 രൂപ കളയും. 4,000 ബ്ലഡ് ടെസ്റ്റ്. ശരി, നീ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ 25,000 രൂപ തരും. അപ്പൊ എനിക്ക് ഒന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞു. 20,000 പോകും. അത് കൂടാതെ ഓക്കെ. പൈസ കേസ് കേട്ടോ അവൻ മോട്ടിവേറ്റഡ് ആയിട്ടാ. അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് സീരിയസ് ആയിട്ട് എന്താ മക്കളെ ആന പോകൂലെന്നാണ് അവൻ പറയുന്നത്. വന്നാലും അവൻ ചെയ്യൂലെന്നാണ്. ഓക്കെ ശരി. എന്നെ അറിയാവുന്നവർക്ക് അറിയാം. എനിക്ക് ഗെയിമിനാണ് ഷാസിന് അറിയാം. നിന്നെ അറിയാന്നുള്ളത് ഞാനാണ്. എന്നെക്കാട്ടി കൂടുതലൊന്നും ആർക്കും അറിഞ്ഞൂടാ നിന്നെ. ഷാസൊക്കെ വന്നിട്ട് 10,000 ഗെയിം ആണ് തരാന്നുള്ളത്. എടാ അത് ഒരു ഗെയിം. ഇത് ലോങ് പീരീഡ് 85 ദിവസമുണ്ട്. 3 മാസം എടുക്കും. 3 മാസം എന്ന് പറഞ്ഞാൽ 90 ദിവസം. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു താടി മീശ ഷേവ് ചെയ്യാൻ ഞാൻ റെഡി ആവട്ടെ. ഒരുപാട് ചലഞ്ചുകളായി. 100 ബിരിയാണി തിന്നണ ഒരു സ്പോട്ട് ചലഞ്ച് എനിക്ക്. താടി മീശ ചലഞ്ച് അവന്. അയ്യോടാ ചെറുക്ക അതിൻ്റെ ഇടയിൽ ഓടിപ്പോക്കളത്. ഓ ഞാൻ കുറെ നേരമായിട്ട് ബാത്റൂമിൽ പോയി ട്രൈ ചെയ്തു. ഞാൻ ഓടിപ്പോട്ടെ. മക്കളെ നീ എക്സൈറ്റഡ് ആണോ ഈ ചലഞ്ചിന്? ആണാ? അയ്യോടാ എന്ത് പറ്റി? നീ എക്സൈറ്റഡ് ആണെന്നാ? നിനക്ക് എന്താണ് തോന്നണേ? ഇവൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യോ? ഇവൻ കംപ്ലീറ്റ് ചെയ്യോ ചലഞ്ച്? ചെയ്യോ? അസിസ്റ്റന്റ്. ആ ഓക്കെ ഓക്കെ. നിന്ന് നോക്ക്. എനിക്കും മകൾക്ക് അറിയാം എങ്ങോട്ടാണ് പോണേന്ന്. കാണാടാ. എല്ലാ ചലഞ്ചിനും ഇതേ കോൺഫിഡൻസ്. അതെ അതെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 100 ബിരിയാണിയുടെ സാധനല്ലേ? ഞാൻ പോലും ബിൽഡപ്പ് ഒന്നും ഇട്ടില്ലേ. അവൻ ഭയങ്കര ബിൽഡപ്പ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ കണ്ടിട്ടുള്ള ഇതൊക്കെ പോണതാണ്. അതെ, എപ്പോഴും ഈ പുച്ഛിക്കുന്നതാണ് ഞാൻ. സന്ദീപേ, നീ എന്തൊരു ചലഞ്ച് എടുക്കാൻ പോണു? 20,000 പോവും. 5,000 ലാഭം കിട്ടുമല്ലോ. ചെയ്താ നീ എന്ത് തരും? ഒന്നും തരൂല. ആദ്യം പൂത്തിരിക്കണ പ്രോട്ടീൻ പൗഡർ ഒക്കെ അപമാനിച്ചൊക്കെ ഇറക്കി വിട്ടത്. ഇപ്പഴേ ഇപ്പൊ മറ്റേ സാധനം ഇത് കട്ട് വെച്ചിട്ട് ഞാൻ ട്രാൻസ്ഫോം ആയ സാധനം ഇൻസൾട്ട് ആണ് അതെടുത്ത്. ട്രാൻസ്ഫോം ആയില്ലെങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ നിനക്ക്. എഡിറ്റർ പൈസ നോക്കി ഇത് എടുത്ത് വെച്ചത് ഇത്രയും നാളെ ഒന്നും ഗുണമില്ലല്ലോ. അല്ല അവരിവിടെ ഉണ്ട്. താടി പോകുമ്പോ തരാം. ബ്രോ അപ്പം ടാറ്റ. അടുത്ത വരവിന് കാണാം. ഓക്കെ, അടുത്ത വരവ് ഉടനെ കാണാം. നമ്മളിവിടെ കഴിക്കാം. ഡയറ്റ് അല്ലേ? ഇനി അങ്ങോട്ട് നാളെ ജിമ്മിലും കൂടെ പോകുന്നതോടുകൂടി ഞാൻ വേറൊരു മോഡിലോട്ട് അങ്ങ് മാറും. ശരി, അപ്പൊ 5 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ 6th ഡേ. കമന്റ് ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് കമന്റ് ഇടുന്ന ആൾക്ക് ആവശ്യമില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പക്ക സീരിയസ് ആണ്. ഓ, എന്നാലും നിങ്ങൾ കമന്റ് ഇട്ടോ. പക്ഷെ ഒരു ഫുഡ് എന്നുള്ള നിലയിൽ എന്റെ ഉള്ളിൽ തേങ്ങലാണ്. ബിക്കോസ് എന്തുമാത്രം നല്ല ഫുഡ് കഴിക്കാൻ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ആ തേങ്ങ എടുത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. എനിക്കാൻ പറ്റില്ല. ഒരു സ്റ്റാർട്ട് കിട്ടണമെന്നുണ്ടായിരുന്നു. ഇത് എന്തായാലും നല്ല ഒരു ഇതായിട്ട് ഞാൻ എടുത്തു. അത്രേ ഉള്ളൂ.
സെറ്റ് ഞങ്ങളിനി പോയി ഡിന്നർ കഴിക്കട്ടെ സനിബ്രോ ഇറങ്ങും. ഡിന്നർ കഴിക്കാനായി ഞങ്ങൾ വൃന്ദാവനിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തെങ്കിലും കഴിക്കട്ടെ. നീ കഴിക്കണില്ലേ? നീ അപ്പുറത്ത് പോടാ. നീ KFC കഴിച്ചിട്ട് വാടാ. അങ്ങനെ വന്ന് ദോശ തരടാ. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇനി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. പോയി കിടന്ന് ഉറങ്ങടാ. വണ്ടി കയറി ഉടനെ ഛർദിൽ വരുന്നവനെ. വണ്ടി കയറി ഉടനെ ഒന്നല്ല, ഒരു 5 മിനിറ്റ് കഴിയണം. അത് ശുണ്ടു ഗൈസ്. അയ്യോ, ഇടക്കിടക്ക് ഓരോന്ന് വിധം വിട്ടു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 4 വിൻഡോയും താത്തിയിട്ട് ഇവിടെ ഇരിക്കും. ഓക്കെ, ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഓഫ് ടു ട്രിവാൻഡ്രം വീക്കോ ഗൈസ്. 2:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. കണ്ണൻ PP കൊണ്ട് കണ്ട വീട്ടിലാക്കി, വർഷം കൊണ്ട് വീട്ടിലാക്കി, നമ്മുടെ വീട്ടിലാക്കി. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കിടക്കുകയാണ്. ഗുഡ് നൈറ്റ് ഗൈസ്. ഞാൻ നല്ല ഉറക്കം. നാളെ കാണാം. ബൈ ബൈ.